ഇന്നൊരു സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കി കാണിക്കാം. അതിനായി 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് വളരെ നേരിയതായി തിന്നായി സ്ലൈസ് ചെയ്തെടുക്കണം. ഒരു പച്ചമുളക് കൂടി എടുക്കുന്നുണ്ട്. അത് ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുകയല്ല വേണ്ടത്. അതിലേക്ക് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കോക്കനട്ട് വിനീഗർ. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നു പറഞ്ഞാൽ പച്ചമുളകിൻ്റെ എരിവ് സവാളയിൽ നല്ലതുപോലെ പിടിക്കണം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരു സാലഡ് ആകും. ഇനി അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യണം. അതിനായി ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും ഇട്ടുകൊടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുക്കണം. കായപ്പൊടി 1 പിഞ്ച് മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് സിമ്മർ ചെയ്യണം. അതിനുശേഷം പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ ഒന്ന് വഴറ്റണം. മൂപ്പിച്ചെടുത്ത് ചില്ലി ഫ്ലേക്സ് ആണ് ഈ സാലഡിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ സാലഡ് ചപ്പാത്തിയിലും പറോട്ടയിലും റോൾ ചെയ്ത് കഴിക്കാൻ നല്ലതാണ്. കട്ട്ലറ്റിന് ഒരു വെറൈറ്റി സാലഡാണിത്. ചോറിനോടൊപ്പം നല്ലൊരു സൈഡ് ഡിഷുമാണ്. ഇനി ഇത് എണ്ണയോടുകൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ ഒഴിച്ചു കൊടുക്കണം. എരിവ് ആവശ്യത്തിനേ ഉള്ളൂ. കാശ്മീരി ചില്ലി പൗഡറാണ് ഇത്രയും കളർ കൊടുക്കുന്നത്. ഇനി അതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓൾ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താളിച്ചൊഴിക്കുന്നത് കൊണ്ട് ഈ സാലഡിന് ഒരു പ്രത്യേക ഫ്ലേവർ കൂടി ഉണ്ട്. വെറുതെ എടുത്ത് കഴിക്കാൻ ഒരു ടെംപ്റ്റേഷൻ നമുക്കുണ്ടാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില്ലി ഫ്ലേക്സ് തന്നെ ചേർക്കണം. എരിവുള്ള മുളക് പൊടി ചേർക്കാൻ പാടില്ല. ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ മീറ്റ് മസാലയോ മട്ടൺ മസാലയോ ചേർക്കാം. പക്ഷേ ചിക്കൻ മസാലയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. മിക്സിംഗ് കഴിഞ്ഞു. സാലഡ് റെഡിയായി. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.